എന്തായാലും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാസ ആകെ ഈ അടുത്ത സമയത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തിയെയോ മുസ്ലിം സംഘടനയെയോ അല്ലെങ്കിൽ കോളേജിനെയോ സ്ഥാപനത്തെയോ അംഗീകരിച്ചൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഫറൂഖ് കോളേജിനെയാണ്. ഫഖറുദ്ദീനെയും ഫറൂഖ് കോളേജിനെയും ഇപ്പം വ്യാപകമായി ഈ പറയുന്ന കാസ പല കാര്യത്തിലും ആശ്രയിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അവരുടെ പേരിൻ്റെ ആദ്യാക്ഷരം ഫ പോലെ ഇക്കാര്യത്തിലും വളരെ ആവേശപൂർവ്വം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഫറൂഖ് കോളേജ് പറയുന്നത് ഈ ഭൂമി വഖഫല്ലെന്നും തങ്ങൾക്ക് വിൽക്കാനുള്ള അധികാരമുണ്ടെന്നുമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വിറ്റവർക്ക് പിന്നീട് തങ്ങൾക്ക് വിൽക്കാനുള്ള അധികാരമില്ല എന്ന് എവിടെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അല്ലേ കോടതി വിധിച്ചത് അതൊക്കെ കയ്യിലിരിക്കട്ടെ എന്ന്. ഏതായാലും വഖഫ് ഭൂമി അല്ല എന്ന് സ്ഥാപിച്ച് റെഡിയാക്കി എടുത്താൽ പോലും അതിനകത്ത് അടുത്ത കുരുക്ക് കിടപ്പുണ്ട്. ദാനാധാരമാണെന്നാണ് പറയുന്നത്. ഇനി ദാനാധാരം എന്ന നിലയിൽ ഒരു പബ്ലിക് ട്രസ്റ്റിന് കൊടുത്താൽ പോലും ഏതെങ്കിലും ഒരു ഇഷ്ടക്കാരനെ വെച്ച് കച്ചവടം നടത്താൻ ഫറൂഖ് കോളേജിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിനെക്കുറിച്ചാണ് എനിക്കും പറയാനുള്ളത്. പണ്ടത്തെ കാലത്ത് ഈ കിണ്ണി മോഷ്ടാക്കളായ ആളുകളുണ്ടായിരുന്നു. സൈക്കിളിൻ്റെ കിണ്ണി മോട്ടിക്കുന്നവർ, സൈക്കിളിൻ്റെ വാൽവ് ട്യൂബ് ഇളക്കിയിട്ട് ആ ചെമ്പടിച്ചുകൊണ്ട് പോകുന്നവർ, പറമ്പിൽ പശുവിന് ഈ കഞ്ഞിവെള്ളവും കാടിയും ഒക്കെ കൊടുക്കുന്ന പാത്രം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവർ. ഇവരൊക്കെ കടയിൽ കൊണ്ടുപോയി ഇത് വിൽക്കാറുണ്ട്. ഇത് വിൽക്കുന്നത് ആരും മോഷ്ടിച്ചുകൊണ്ട് വന്നതാണെന്നും പറഞ്ഞല്ല. അവിടെ കൊണ്ടുചെല്ലുമ്പോൾ ഇത് വീട്ടിലെ നമ്മുടെ കൊച്ചാപ്പായ്ക്ക് സൈക്കിൾ കടയായിരുന്നു, അവിടെ നിന്ന് അഴിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ വല്യച്ഛൻ്റെ പറമ്പിലിരുന്ന ആ വീട്ടിലെ പാത്രമാണ് എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടു കൊടുക്കുന്നത്. ഇത് മോഷണം പോയവർ കേസ് കൊടുത്ത് പോലീസ് പിടിക്കുമ്പോഴും ആദ്യം പറയുന്നത് അയ്യോ അത് ഞങ്ങൾ എടുത്തൊന്നുമല്ല, അത് വേറൊരാൾ അങ്ങനെ വന്നതാണ്, സൈക്കിളിൽ നിന്ന് അഴിഞ്ഞ് വീണ കിണ്ണിയാണ് എടുത്തത് എന്നൊക്കെ പറയാറുണ്ട്. അതെല്ലാ മോഷ്ടാക്കളും പറയാറുള്ളതാണ്. അതുകൊണ്ട് ഫറൂഖ് കോളേജ് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞ് ന്യായമായ അധികാരവും അവകാശവുമൊക്കെ ഞങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ 10-30 കൊല്ലക്കാലമായി അല്ലെങ്കിൽ 10-40-50 കൊല്ലക്കാലമായി ഇതിന് കേസ് നടക്കുന്നത്? നമ്മളൊക്കെ വസ്തു വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലേ ഇതിൻ്റെ ഇടയ്ക്ക്? എത്രയോ സ്ഥാപനങ്ങൾ അവരവരുടെ വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും മറിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും കേസ് വന്നില്ലല്ലോ. പിന്നെ ഈ ഫറൂഖ് കോളേജിൻ്റെ ഈ വസ്തുവിന് മാത്രം കേസ് വരാൻ കാര്യം എന്താ? അതിലന്നേരം കഴമ്പുണ്ട്, കാര്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആദ്യം ഒരു കോടതി വിധി ഈ വഖഫ് ഭൂമിയാണെന്നും പറഞ്ഞു വന്നതും അതിന് അപ്പീൽ പോയ സംഗതി ഹൈക്കോടതി തള്ളിയതുമൊക്കെ പിന്നെന്തുകൊണ്ടാണ്? അപ്പോൾ അതുകൊണ്ട് ഈ വിറ്റവരെ വെച്ച് ഞങ്ങൾ വിറ്റത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് വഖഫ് അല്ലെന്ന് പറഞ്ഞ ഫറൂഖ് കോളേജിന് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. എന്തായാലും ഫറൂഖ് കോളേജിനെ അഭിമാനിക്കാം. എന്താണെന്നറിയോ, ഈ ഒരു കാര്യത്തിലെങ്കിലും അവരുടെ കൂടെ ഈ കാസായെപ്പോലെയുള്ള ഈ സംഘടനകൾ നിൽക്കും എന്നുള്ളത് ഒരു മഹത്തായ കാര്യമല്ലേ. അതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ ഒരു അംഗീകാരം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതാണോ അല്ലയോ എന്ന് തെളിയിക്കുന്ന രേഖകൾ വഖഫ് ബോർഡിലുണ്ട്. അവരാണത് ഹാജരാക്കേണ്ടത്. അവരാണ് ഈ കേസ് ആദ്യം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കാണതിൽ വാദമുള്ളത്. പിന്നെ അവിടെ താമസിക്കുന്ന മനുഷ്യരെ നിലനിർത്തുകയും അതിന് ആരോഗ്യകരമായ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യട്ടെ സർക്കാർ. അതിനൊക്കെ എല്ലാ പിന്തുണയുമുണ്ട്. പക്ഷേ കാസയുടെ സന്തോഷവും ഫറൂഖ് കോളേജിൻ്റെ പറച്ചിലും കേട്ടപ്പോൾ ചിരി മാത്രമല്ല, സത്യം പറഞ്ഞാൽ വേണ്ട, സത്യം പറയുന്നില്ല, അതാണ് നല്ലത്.